ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ന്യൂ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് എല്ലാവർക്കും അതെ ഹൃദയം നിറഞ്ഞ വിശ്വാസംസരം. അപ്പം ഇന്നത്തെ വ്ലോഗ് വിഷുവിന്റെ വ്ലോഗാണ്. അപ്പോൾ എൻ്റെ വീട്ടിലോട്ട് എല്ലാവരും വന്നിരിക്കുന്നതാണ്. നമ്മുടെ ഉണ്ണിയുടെ ആദ്യത്തെ വിഷുവാണ് കേട്ടോ. ഹലോ, അപ്പോൾ രാവിലെ തന്നെ 4:30 ഞാൻ കണി കാണുന്നത്. മോനെയും കാണിക്കുന്നത് അങ്ങനെ 4:30. പക്ഷെ അവൻ മുന്നേ എണീറ്റുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരെയും കാട്ടി മുന്നേ എണീറ്റ് എൻ്റെ ശേഷമാണ് ചേച്ചി വന്ന് വിളിക്കുന്നത് കണി കാണാൻ. അങ്ങനെ മോനെ ചേച്ചി എടുത്തുകൊണ്ട് വന്നു. ഞാൻ ക്യാമറയും പിടിച്ചിട്ടാട്ടോ വന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ വീട്ടിലെ കണി ഒരുക്കുന്നത്. ചേച്ചിയാണോ ഒരുക്കിയത്. കാരണം കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നമ്മളെല്ലാവരും ഒന്ന് ഒത്തുകൂടിയതാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞുമണി കണി കാണുകയാണ്. ആളൊക്കെ ഇരുന്ന് കണ്ണു തുറന്ന് കണി കണ്ടു കേട്ടോ. ഒട്ടും പ്രതീക്ഷിച്ചില്ല ആൾ ഉറങ്ങാന്ന് വിചാരിച്ച്. പക്ഷെ ആള് കണി കാണുന്ന കറക്റ്റ് ടൈമിൽ എണീറ്റ് കണ്ണു തുറന്ന് ഇത് അമ്മൂമ്മ അവന് കൈനീട്ടൊക്കെ കൊടുത്തു കേട്ടോ. അങ്ങനെ നമ്മുടെ വിഷു അടിപൊളിയായി ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ അമ്മൂമ്മ ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുപ്പ് കത്തിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ അടുപ്പിൽ തന്നെയാണ് നമ്മൾ എല്ലാ ഫുഡും പ്രിപ്പയർ ചെയ്തത്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ചെറുപ്പത്തിൽ നിൽക്കുമ്പോൾ അമ്മൂമ്മയായിരിക്കും നമ്മുടെ എല്ലാവരെയും കാട്ടി എണീറ്റ് രാവിലെ തന്നെ എല്ലാം റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അമ്മൂമ്മ ഒരു സൂപ്പർ ഫാസ്റ്റാണ് ഫുഡ് ഉണ്ടാക്കാനൊക്കെ. അപ്പോൾ അങ്ങനെ അടുപ്പൊക്കെ കത്തിച്ചിട്ട് നമ്മൾ ചോറുണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഞാൻ അമ്പലത്തിലെ പോവാ പൊളിച്ചു. ഇനി വരുന്ന പോയി. ഹലോ, ഹാപ്പി വിഷു. എന്തിനായി എൻ്റെ മാമ ഹായ് പറയും. അമ്മയ്ക്കൊരും മണി കൊണ്ടുവായോ, ഉണ്ണിക്കണ്ണാവായോ, ഊഞ്ഞാലാടാവായോ, അമ്മയ്ക്കൊരും മണി കൊണ്ടുവായോ, പിന്നിത്തീരോ മുടി മാടിത്തരാമുണ്ണി. അങ്ങനെ നമ്മുടെ വിഷുവിന് കാവ്യയും അമ്മയും അച്ഛനും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഉണ്ണീൻ്റെ ആദ്യത്തെ വിഷയമുണ്ട്. അവർ എൻ്റെ വീട്ടിലേക്കായിരുന്നു കേട്ടോ വിഷു ആഘോഷിച്ചു വന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷമായി ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ ഓടി വന്നപ്പോൾ തന്നെ ഉണ്ണീനെ എടുക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ അവർ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം അവർ രാവിലെ തന്നെ പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വരാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് നമ്മുടെ ഉണ്ണിയായിട്ട് ഒരു ഫോട്ടോഷൂട്ടൊക്കെ നടത്താമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി നിൽക്കായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് കറങ്ങിയിട്ട് വന്നിട്ടോ. കുറച്ച് ദൂരം പോയിട്ട് വന്ന് അവനെ ഫസ്റ്റാണ് കാറിലിരുന്ന് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ അവൻ്റെ അച്ഛനും അമ്മയും കൂടി അവൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് അമ്മ പപ്പടം പൊരിക്കുകയാണ് ഗൈസ്. ഓക്കെ, ബൈ. ഇത് എങ്ങനെ എടുക്കാം? ഇല്ലേ എപ്പോ അമ്മച്ചി എവിടെ പോയി?
വീട് അയ്യോ എന്നെ മോരട്ടെ ഹലോ ഗൈസ് അപ്പൊ ഇന്ന് വൈകുന്നേരം ഞങ്ങളൊന്ന് പുറത്ത് പോവാന്ന് വിചാരിച്ചു. പുറത്ത് പോവാ വിചാരിച്ചു. ഒന്നും വേണ്ട വലിയ വെച്ചിട്ടൊന്ന് കാണിച്ചു നോക്കൂ ഞങ്ങൾക്ക്. അങ്ങനെ നമ്മൾ പുറത്തൊക്കെ പോയി ചായയൊക്കെ കുടിച്ചിട്ട് വന്നു കേട്ടോ. അപ്പം അങ്ങനെ ഇതാ ഒരു 9 മണി ആയപ്പോൾ ഇതാ ഇവർ ഇറങ്ങാൻ നിൽക്കുകയാണ്. പാലക്കാട് വരെ പോകണം. അപ്പം അങ്ങനെ ഇതാ കാവ്യനോടൊക്കെ യാത്ര പറഞ്ഞ് അമ്മയും അച്ഛൻ്റെ അടുത്തൊക്കെ യാത്ര പറഞ്ഞ് ഭയങ്കര സങ്കടമായിട്ടാണ് പോകുമ്പോൾ. ഉണ്ണീനെ വിട്ടിട്ട് പോകുമ്പോൾ കുറച്ച് ദിവസം കൂടി ഉള്ളൂ ഇനി അങ്ങോട്ട് പോകാൻ. അപ്പോൾ അത് വിഷു ഇന്ന് അടിപൊളിയാക്കി തന്നു. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഉണ്ണീൻ്റെ വിഷു നന്നായി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതവരെ ബായൊക്കെ പറഞ്ഞിട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.